ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഫിസിക്സ് ചാപ്റ്റർ 1 ആയിട്ടുള്ള ഫിസിക്കൽ വേൾഡാണ്. ഒരു ബോർഡ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു എഫേർട്ടും എടുക്കാതെ നമുക്ക് സുഖമായിട്ട് പോലെ 2-3 മാർക്ക് സ്കോർ ചെയ്യാം ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സാംസിനും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെയായിരിക്കും. ആൻഡ് പഠിക്കാനുള്ള ടോപ്പിക്ക് വളരെ കുറവും, കൂടുതലും കഥകളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് തുടങ്ങുന്നത്. ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ട് ആകെ 4 ടോപ്പിക്സേ ഉള്ളൂ. അതാണ് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ, അതായത് ഈ പ്രപഞ്ചത്തിലുള്ള 4 പ്രധാന ശക്തികൾ. ഈ 4 എണ്ണമാണ് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ്: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് ആദ്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റി പഠിക്കാം. ഈ ലോകത്ത് ഏതൊരു സ്വന്തമായി മാസമുള്ളൊരു ഒബ്ജക്റ്റും മറ്റൊരു ഒബ്ജക്റ്റിന് മേലെ ഒരു ചെറിയ ബലം കൊടുക്കുന്നുണ്ടാവും. ആ ബലത്തിൻ്റെ പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ അതിനെ പറയുമ്പോൾ എപ്പോഴും 2 ഒബ്ജക്റ്റുകളുടെ ഇടയ്ക്കായിട്ടേ പറയുള്ളൂ. യൂണിവേഴ്സൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും ഈ ഫോഴ്സ് ഉണ്ടാവും. അത് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണു. എർത്തിൻ്റെ ചുറ്റും മൂൺ കറങ്ങുന്നു, സണ്ണിന് ചുറ്റും എർത്ത് കറങ്ങുന്നു. അതെല്ലാം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ബലത്തിലാണ്. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ എർത്തിന് മേലെ നടക്കുന്നത് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ എർത്തിലുള്ള ഏതൊരു സാധനവും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിൻ്റെ മെഷർ എന്ന് പറയുന്നത് അതിൻ്റെ മാസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ കഥയാണ്. അപ്പം എന്ത് പറ്റി? M1 എന്ന് പറയുന്നൊരു മാസമുള്ള എർത്ത് M2 എന്ന് പറയുന്നൊരു മാസമുള്ള ഒരു ആപ്പിളിനെ അട്രാക്റ്റ് ചെയ്യുന്നു. അത് തമ്മിൽ 6 ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ചു. ആ അട്രാക്റ്റീവ് ഫോഴ്സ് വെച്ചിട്ട് ആപ്പിളിനെ എർത്ത് വലിച്ച് താഴേക്ക് ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് ന്യൂട്ടൺ വന്ന് ഇരുന്ന് പോയി. അതാണ് കഥ. അപ്പം ന്യൂട്ടൺ അതിന് ഒരു ലോയും ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോഴ്സിൻ്റെ അളവിനെ നമുക്കെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് ചാപ്റ്റർ 8 പഠിക്കും. എന്നാലും നമുക്കിപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് നോക്കിയേക്കാം. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി മാസസ് ആണ്. അതായത് M1ഉം M2ഉം തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ആ 2 മാസുകളുടെയും പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേപോലെ തന്നെ അവ തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റി ഇത്ര അറിഞ്ഞിരിക്കുക നമ്മൾ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാസുകൾ തമ്മിലുള്ള ഫോഴ്സിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ചാർജ്ഡ് പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഫോഴ്സിനെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയും. ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് എന്തായാലും ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ചുമ്മാ അത് രണ്ടും കൂടെ ചേർത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കും. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്ട്രോങ്ങറുമാണ്, കുറച്ചുകൂടെ വലിയ ഡിസ്റ്റൻസിലേക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യാം. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റീവ് മാത്രമാണെങ്കിൽ ഇവൻ അട്രാക്റ്റീവുമാണ്, റിപ്പൾസീവുമാണ്. 2 പോസിറ്റീവ് ചാർജുകൾ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സാണ്, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും തമ്മിലാണെങ്കിൽ അട്രാക്റ്റീവും. നെഗറ്റീവ് ആണെങ്കിൽ തന്നെ അത് റിപ്പൾസീവ് ആവും. ഈ സ്ട്രോങ്ങർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്നുമല്ല, 10⁻38 ടൈംസ് ആണ്. 10⁻38 ടൈംസ് സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു ഫോഴ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റിയിൽ ന്യൂട്ടൺ ഫോഴ്സിൻ്റെ മെഷർ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് മെഷർ ചെയ്യാനുള്ള ലോ തന്നത് കുളുംബാണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇവരുടെ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 2 എണ്ണമാണ്: വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും. ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പേരിൽ വീക്ക് ഉണ്ടെങ്കിലും അത്ര വീക്കൊന്നുമല്ല, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടിലും കൂടുതൽ സ്ട്രോങ് ആണ്. പക്ഷേ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വീക്കാണ്. ഇവനെപ്പറ്റി വലിയ കഥയൊന്നും നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റിയുടെ ഇടയിൽ ബീറ്റാ ഡീകേ എന്ന് പറയുന്നൊരു പ്രോസസ്സ് സംഭവിക്കുമ്പോൾ കാണുന്ന ഫോഴ്സ് ആണെന്ന് മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. കൂടുതലായിട്ട് പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. പിന്നെ പറഞ്ഞേക്കുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്.
സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇത്രയും ചെറിയ ആറ്റത്തിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങളൊക്കെ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതെന്ന്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്നും വെച്ചിട്ട് എന്തായാലും അത് വളരെ വീക്കാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും അത് വെച്ചിട്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്നറിയാമല്ലോ. അപ്പോൾ ഈ വക സാധനങ്ങളെയൊക്കെ അടുപ്പിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വളരെ ശക്തിയുള്ളൊരു ഫോഴ്സ് വേണം. അപ്പോൾ ആ ഫോഴ്സിൻ്റെ പേരാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അത് ആണ് പ്രോട്ടോണെയും ന്യൂട്രോണെയും ഒരു ന്യൂക്ലിയസിൻ്റെ അകത്ത് വെച്ച് ആ ആറ്റത്തിനെ സ്റ്റേബിളായിട്ട് നിർത്തുന്നത്. പിന്നെ ഫണ്ടമെൻ്റൽ ഫോഴ്സ് ആയിട്ടുള്ള നമ്മൾ 4 പഠിച്ചു. അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റും ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അത് അതിൻ്റെ ജസ്റ്റ് ഒരു അളവ് പറയാനാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെക്കാട്ടിലും 100 ടൈംസ് വലുതായിരിക്കും ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. നമ്മൾ 4 ഫോഴ്സുകളാണ് പഠിച്ചത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതിൻ്റെ അകത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ റേഞ്ച് ഇൻഫിനിറ്റ് ആണ്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെയും റേഞ്ച് ഇൻഫിനിറ്റ് ആണ്. പക്ഷേ ന്യൂക്ലിയർ ഫോഴ്സുകൾ വളരെ ഷോർട്ട് റേഞ്ചിലായിരിക്കും വർക്ക് ചെയ്യുക. ബിക്കോസ് അവർക്ക് വളരെ ചെറിയൊരു ഓപ്പറേറ്റിംഗ് റേഡിയസ് അല്ലേ ഉള്ളൂ. അപ്പം ഇത്രയാണ് നമ്മുടെ ഫിസിക്കൽ വേൾഡ്. നമ്മളപ്പോൾ പഠിച്ചതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഈ ടേബിൾ ഒന്ന് നോക്കി വയ്ക്കുക. നമ്മൾ 4 ഫോഴ്സുകളെ പറ്റിയാണ് പഠിച്ചത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 4 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു 2-3 മാർക്ക് സുഖമായിട്ട് നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.